ജൈവമാലിന്യത്തെ ഇന്ധനവും വളവുമാക്കി മാറ്റുന്ന ബയോമിഥനേഷൻ സാങ്കേതിക വിദ്യയാണ് മാലിന്യ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇതുവഴി ഖരദ്രാവക മാലിന്യങ്ങൾ ഒരേ പ്ലാന്റിൽ എളുപ്പത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടൊരു ഡൈജസ്റ്റർ ഉണ്ട്. ഈ ഡൈജസ്റ്റിനുള്ളിലാണ് മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുന്നത്. അതിന് നമ്മൾ സാധാരണ ഒരു ബക്കറ്റിൽ വേസ്റ്റ് കളക്ട് ചെയ്യുക, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഈ ലിഡ് അങ്ങനെ അടച്ചിരുന്നാൽ മതി. ഇതിനകത്ത് പോകുന്ന മാലിന്യങ്ങൾ ബാക്ടീരിയ പ്രോസസ്സിലൂടെ ഫ്യൂവലും ഫെർട്ടിലൈസറുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്യാസ് സംഭരണിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ടൊരു കൺട്രോൾ വാൽവുണ്ട്. ആ കൺട്രോൾ വാൽവ് നിയന്ത്രിച്ച് നമുക്കിത് കിച്ചണിലോ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട സ്ഥലത്തോ കൊണ്ടുപോയി കുക്കിങ്ങിനോ ലൈറ്റിങ്ങിനോ ഏത് ആവശ്യമാണെന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. 2000-ലാണ് എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാവുന്ന തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഡോക്ടർ സജിദാസ് വികസിപ്പിച്ചെടുത്തത്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വിവിധ മോഡലുകൾ 15,000 രൂപ മുതൽ ലഭ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡിയും പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ലഭിക്കും. ആ വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലൂടെ ആ വീട്ടിലെ തന്നെ 50% പാചക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ ഗ്യാസ് ഇതിൽ നിന്ന് ലഭിക്കും. എന്ന് പറയുമ്പോൾ 50% LPG അവർക്ക് ലാഭിക്കാൻ കഴിയും. ഒരു ഘനമീറ്റർ വലിപ്പമുള്ള പ്ലാന്റാണ് ആവശ്യം. മാലിന്യ സംസ്കരണത്തിന് നൽകിയ സംഭാവനയ്ക്ക് വിവിധ രാജ്യങ്ങളുടെ പുരസ്കാരങ്ങളും ഈ മലയാളിയെ തേടിയെത്തിയിട്ടുണ്ട്. സ്വീഡൻ, മലേഷ്യ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഡോക്ടർ സജിദാസിന്റെ മാലിന്യ സംസ്കരണ വിദ്യയ്ക്ക് ആവശ്യക്കാരേറെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.